കൂട്ടുകാരെ, അപ്പോൾ ഞങ്ങൾ വല്ലാർപാടം പള്ളിയിലത്തെ യാത്രയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചിനി യൂതപ്പള്ളി എന്ന് പറയുന്നൊരു പള്ളിയുണ്ട്. അത് ഫോർട്ട് കൊച്ചിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. 450 വർഷങ്ങൾക്ക് മുൻപുള്ളൊരു പള്ളിയാണ്. യൂറോപ്യൻ രാജ്യങ്ങളിലുള്ള ആളുകളാണ് ഇവിടെ വന്ന് താമസിക്കാനായിട്ട് വന്നത്. കാരണം യൂറോപ്യന്മാരെ ഭയന്നുകൊണ്ട് യൂറോപ്യന്മാർ അവിടെയുള്ള ജനവിഭാഗങ്ങളെ ഒരുപാട് അടിമപ്പെടുത്തുകയും ഉപദ്രവിക്കുകയും ചെയ്തു കഴിഞ്ഞപ്പോൾ അവിടെ നിന്ന് രക്ഷപ്പെട്ട് അഭയം പ്രാപിച്ചതാണ് കൊച്ചിയിൽ. അവിടെ അവർക്ക് വേണ്ടിയിട്ട് ഒരു പള്ളി സ്ഥാപിക്കപ്പെട്ടു. ആ പള്ളിയാണ് ഈ പള്ളി കേട്ടോ. ജൂതപ്പള്ളി എന്ന പേരിലാണ് ഇതറിയപ്പെടുന്നത്. അപ്പോൾ നമ്മൾ ഇനി വല്ലാർപാടത്ത് നിന്ന് ഇറങ്ങുന്ന ഒരു ദൃശ്യമാണ് കേട്ടോ. അപ്പം ഞങ്ങൾ റോഡിലേക്ക് പോവുകയാണ്. അപ്പോൾ ഇനി ബസ് കിട്ടിയിട്ട് വേണം പോകാനായിട്ട്. ബസ് കിട്ടി. അപ്പോൾ ഞാൻ ആ മുകളിൽ നിന്ന് കുറേ കാര്യങ്ങൾ എടുത്തില്ലായിരുന്നു. അപ്പോൾ അത് ബസ്സിൽ പോകുമ്പോൾ ഞാൻ ഒന്ന് പകർത്തുമായിരുന്നു കേട്ടോ. അപ്പോൾ അവിടെ ഒരുപാട് ലോറികളുണ്ട്, കണ്ടെയ്നറുകളുണ്ട്, ഒക്കെ ഉണ്ട്. അതിന് തൊട്ടിപ്പുറത്താണ് ഈ വലിയ കായൽ, വെമ്പനാട്ട് കായൽ കിടക്കുന്നത് കേട്ടോ. ഇതിൻ്റെ നടുക്ക് ഭാഗം കൂടി പോകുമ്പോൾ നമുക്കൊരു പേടിയൊക്കെ തോന്നും. അപ്പം ഞങ്ങൾ ജങ്കാറിൻ്റെ അടുത്താണ് എത്തിയത്. ജങ്കാർ കടന്നിട്ട് വേണം നമുക്ക് അക്കരയ്ക്ക് പോയിട്ട് വേണം അവിടെ നിന്ന് വീണ്ടും ഫോർട്ട് കൊച്ചിയിലാണ് ഈ ജൂതപ്പള്ളി സ്ഥിതി ചെയ്യുന്നത് കേട്ടോ. അപ്പം ജങ്കാറിലേക്ക് വണ്ടികളിങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ജങ്കാറിനൊരു പ്രത്യേകതയുണ്ട്. കാരണം ഇരുവശത്തും ഇപ്പം ഇവിടെ ആലപ്പുഴയിലൊക്കെ ഞാൻ കണ്ടിരിക്കുന്ന ജങ്കാർ എന്ന് പറയുന്നത് ഒരു വശത്ത് കൂടെ നമ്മൾ ഇറങ്ങുന്നു. അത് കഴിഞ്ഞിട്ട് ആ വശം തിരിച്ച് റിട്ടേൺ അടിച്ചിട്ട് വേണം ആ വശത്ത് കൂടെ വണ്ടികളും അല്ലെങ്കിൽ യാത്രക്കാരൊക്കെ കയറ്റുന്നത്. പക്ഷേ ഈ ജങ്കാറിൻ്റെ പ്രത്യേകത ഇരുവശവും തുറന്നിട്ടിരിക്കുകയാണ്. കാരണം അക്കരയിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ ഇക്കരെ വന്ന് ലാൻഡ് ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ സർവീസും കാര്യങ്ങളൊക്കെ മുകളിലാണ് അതിൻ്റെ ഡ്രൈവറും കാര്യങ്ങളൊക്കെ ഇരിക്കുന്നത് കേട്ടോ. അപ്പോൾ ജങ്കാർ എല്ലാവരും കയറി കഴിഞ്ഞപ്പോൾ ജങ്കാർ പുറപ്പെട്ടു. ചുറ്റും നോക്കുമ്പോൾ ശരിക്കും പേടിക്കും. കാരണം ഞാനിവിടെ ആലപ്പുഴയിൽ ജങ്കാറിലൊക്കെ പോകുമ്പോൾ നമുക്ക് അത്രയും പേടി തോന്നാറില്ല. കാരണം അടുത്താണ് അക്കരെ എന്ന് പറയുന്നത്. പക്ഷേ ഇത് ഒരുപാട് ദൂരമുണ്ട്. എനിക്ക് തോന്നുന്നത് 10-15 മിനിറ്റിൻ്റെ ദൂരമുണ്ടെന്ന് തോന്നുന്നു. അതുവഴി പോന്നു കഴിഞ്ഞപ്പം കാരണം ഇരുവശവും തുറന്ന് കിടക്കല്ലേ. വണ്ടികളൊക്കെ തുമ്പത്ത് ഇങ്ങനെ പോയി നിൽക്കുന്ന പോലെയൊക്കെ തോന്നിയത്. അപ്പോൾ ഇതാണ് നമ്മുടെ ജൂതപ്പള്ളിക്കുള്ള സ്ട്രീറ്റ്, ജൂത സ്ട്രീറ്റ് ഇതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇങ്ങോട്ട് വന്നപ്പോൾ ഇതിൻ്റെ ഇരു സൈഡിലും ഒരുപാട് കച്ചവടക്കാരുണ്ട്. ഒരുപാട് ഐറ്റംസ് ഉണ്ട്. എന്താ പറയുക, കരകൗശല വസ്തുക്കളുണ്ട്. പിന്നെ പെർഫ്യൂംസ് ഉണ്ട്. അതുപോലെ അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇതാണ് നമ്മുടെ ജൂതപ്പള്ളി. ഇതിൻ്റെ ഉള്ളിലേക്ക് ഞങ്ങൾ കടന്നു കഴിഞ്ഞപ്പോൾ ഒരു ക്ലോക്ക് ഇരിക്കണുണ്ടോ. ഈ ക്ലോക്കിൻ്റെ പ്രത്യേകത അരമണിക്കൂർ കൂടുമ്പോൾ ഇത് ബെല്ലടിക്കും. ഇത് ഓട്ടോമാറ്റിക് ബെല്ലാണ്. ഒരാളും പിടിച്ച് വലിച്ചടിക്കണതൊന്നുമല്ല കേട്ടോ. അതിൻ്റെ മുകളിൽ കണ്ടൊരു മണിനാഥം കണ്ടോ നിങ്ങൾ, അതാണ് ഓട്ടോമാറ്റിക് ക്ലോക്ക് കേട്ടോ. അപ്പോൾ ഇവിടെ നമുക്ക് കയറണമെങ്കിൽ 10 രൂപയാണ് പാസ്. അപ്പോൾ ഞങ്ങളത് കൊടുത്ത് കയറി കേട്ടോ. ഇതാണ് ജൂതപ്പള്ളി. ഞാൻ പറഞ്ഞില്ലേ 450 വർഷങ്ങൾ പഴക്കമുള്ള ഒരു പള്ളിയാണ്. ഇതിൻ്റെ തറയോട് നീല കളറിലാണ് കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഈ നീല കളറ് ചൈനീസ് പെയിൻറ്റിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചൈനയിൽ നിന്നാണ് ഇത് വാങ്ങിയത്. അപ്പോൾ ഇത് നീല കളറാണ്. ഈ നീല കളറ് ഉള്ള വില്ലോ അല്ലെങ്കിൽ പാറ്റേണോ ഒക്കെ ആയിരിക്കും കേട്ടോ. പിന്നെ ഇത് കണ്ടോ, ഈ ചുറ്റോറം ഞാൻ കൊണ്ടു നടക്കുന്നത് ഇവരുടെ ജൂതപ്പള്ളിയിൽ പ്രസംഗിക്കാൻ വരുന്ന ആൾക്ക് കയറി നിൽക്കാനുള്ള സ്ഥലമാണ് കേട്ടോ. ഇത് മധുബഹയാണ്. ഇവരുടെ ആചാരാനുഷ്ഠാനങ്ങൾ നടക്കുന്ന ഒരു സ്ഥലമാണിത്. പിന്നെ അതിൻ്റെ ഇരുവശത്തും ഇതിൻ്റെ കാര്യങ്ങൾ ഇവിടെ എഴുതി വച്ചിട്ടുണ്ട്. ഇത്ര വർഷം പഴക്കമുള്ളതാണ്. ഇത്രയും പേര് 2000-ഓളം പേര് ഇവരുടെ ഈ ജൂതപ്പള്ളിയിൽ വരുമായിരുന്നു, ആരാധനയ്ക്ക് കൂടുമായിരുന്നു. അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നൊരു കാലഘട്ടമുണ്ട്. ഇപ്പോൾ ഇവിടെ അവശേഷിക്കുന്നത് ഒരേ ഒരാൾ മാത്രമേ ഉള്ളൂ. ഒരാളും കൂടി ഉണ്ടായിരുന്നു. അദ്ദേഹം 2 മാസം മുൻപ് മരിച്ചു. ഈ 5 വർഷത്തിനിടയ്ക്ക്, അതായത് കൊറോണ കഴിഞ്ഞ് ഈ 5 വർഷത്തിനിടയ്ക്ക് 5 പേരെ ഇവിടെ ഉണ്ടായിരുന്നുള്ളൂ. അതിലിപ്പോൾ അവശേഷിക്കുന്നത് ഒരാൾ മാത്രമാണ് കേട്ടോ. പിന്നെ ഇവർ വെള്ളിയാഴ്ച ഇതിൻ്റെ ഉള്ളിലേക്ക് കടന്നു കഴിഞ്ഞാൽ ശനിയും ഞായറും കഴിഞ്ഞ് വെള്ളിയാഴ്ച ഈ പള്ളി അടയ്ക്കും. പിന്നെ ഞായറും കഴിഞ്ഞ് തിങ്കളാഴ്ച മാത്രമേ ഇത് തുറക്കത്തുള്ളൂ ആളുകൾക്ക് കയറി നോക്കാനായിട്ട്. ഇതാണ് കേട്ടോ ഞാൻ പറഞ്ഞ തറയോട്, നീലത്തറയോട്. ഇത് കണ്ടോ, ഇത് കൈകൾ ഉപയോഗിച്ചിട്ടാണ് ഇതിൻ്റെ വർക്ക്. അല്ലാണ്ട് വേറെ ഒരു ഇതൊന്നുമല്ല. കൈവിരലുകളുടെ മാസ്മരികത കൊണ്ട് ചെയ്യുന്ന ഒരു വർക്കാണെന്നാണ് ഇവർ പറയണത്. ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത് അങ്ങനെയാണ്. അപ്പോൾ നമുക്കറിയാം, ഇതാണ് ഞാൻ പറഞ്ഞ അവർ ആരാധനയ്ക്ക് കയറി നിന്ന് പ്രാർത്ഥിക്കുന്ന അച്ഛൻ ഇതിൻ്റെ ഉള്ളിൽ കയറി നിൽക്കും. കയറി നിന്നിട്ട് പ്രാർത്ഥിക്കുന്നത്. ഇതാണ് മധുബഹ.
അപ്പോൾ ഇതിൽ 1100 നീല ടൈൽസ് ഇതിൻ്റെ ഉള്ളിലുണ്ട്. 1100 നീല ടൈൽസ് ഉണ്ടെന്നാണ് പറയുന്നത്. ഞാൻ എണ്ണി നോക്കിയൊന്നുമില്ല, അവിടെ എഴുതി വെച്ചിരിക്കുന്നതാണ് കേട്ടോ. ഇത് പിന്നെ അവരുടെ ലിബിയാണ് കേട്ടോ. ഇത് മുകളിലേക്ക് പോകുന്ന ഗോവണി. പഴയകാലത്തെ എന്താ പറയുക, പഴയകാലത്തെ ബൾബുകളും അതുപോലെ തന്നെ അലങ്കാര വസ്തുക്കളും അതിനുള്ളിലുണ്ട്. പിന്നെ ഇതിൻ്റെ ചുറ്റോറം ഇങ്ങനെയാണ്. ഞങ്ങളവിടെ എല്ലായിടത്തും പോയി നോക്കി. നല്ല നല്ല എന്താ പറയുക, ശരിക്കും ഒരാൾ വന്നു കഴിഞ്ഞാൽ എൻ്റർടൈൻ ചെയ്യാനുള്ള ഒരു സിറ്റുവേഷൻ തന്നെയാണ് അവിടുത്തെ എല്ലാവിധ സജ്ജീകരണങ്ങളും. പിന്നെ അവിടെ ഒരു മ്യൂസിയം ഉണ്ട് കേട്ടോ. ആ മ്യൂസിയം കൂടി ഞങ്ങൾ കയറി കണ്ടു കേട്ടോ. അപ്പോൾ രാജാക്കന്മാർ ഇവരെ സഹായിച്ചിട്ടുള്ളതും അതുപോലെ കടലിൽ പോകുന്നവർക്ക് അല്ലെങ്കിൽ കായലിൽ പോകുന്നവർക്ക് നിർദ്ദേശങ്ങൾ കൊടുക്കുന്നതും അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ അവിടെയുണ്ട്. പിന്നെ കൊടുങ്ങല്ലൂർ രാജാവ് ഈ ജൂതന്മാരെ ആർക്കും സ്വീകരിക്കാനായിട്ട് മടിയായിരുന്നു, കാരണം വിദേശികളിൽ നിന്ന് വന്നതല്ലേ, അതുകൊണ്ട്. അപ്പോൾ ഇതിൽ 2000-ഓളം കുടുംബക്കാരാണോ ആൾക്കാരാണോ എന്നറിയില്ല ഉണ്ടായിരുന്നു. പക്ഷേ അതിൽ കുറേ പേര് തിരിച്ച് അവരവരുടെ നാടുകളിലേക്ക് തന്നെ പോവുകയായിരുന്നു. അപ്പോൾ ആ പള്ളി സംരക്ഷിക്കാനായിട്ട് ഇതിന് പ്രത്യേകം ഇപ്പം ഞങ്ങൾ ചെന്നന്ന് 2-3 പോലീസുകാർ വന്നിരിപ്പുണ്ട്. അപ്പം അന്നേരം ഇപ്പം എനിക്ക് തോന്നുന്നത് അത് ഗവൺമെൻറ് തന്നെ ഏറ്റെടുത്തുന്നുണ്ട്. പിന്നെ അതിൻ്റെ തൊട്ടപ്പുറത്താണ് അവിടെ ഒരു ക്ഷേത്രമുണ്ട്, ഹൈന്ദവ ക്ഷേത്രമുണ്ട്. പിന്നെ പണ്ടത്തെ തമ്പുരാക്കന്മാരുടെ ഒരു മ്യൂസിയവും അവിടെ നിലനിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പുറം ഇപ്പുറമായിട്ടാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ഒരുപാട് ആളുകൾ ഓരോ ദിവസവും വന്ന് പോകുന്നുണ്ട് അവിടെ. ഇതാണ് ഞാൻ പറഞ്ഞ ആ ക്ലോക്ക് കേട്ടോ. ഒന്നും കൂടി പറയുകയാണ്, കാരണം വെച്ചാൽ ഇതിന് മുകളിൽ കണ്ടോ മണിനാഥം കണ്ടോ, അത് അരമണിക്കൂർ കൂടുമ്പം മണിയടിക്കും. ഓട്ടോമാറ്റിക്കാണ്. ഇത്രയും വർഷത്തെ തന്നെ പഴക്കം ആ മണിക്കും ഈ ക്ലോക്കിനുണ്ടെന്നാണ് പറയണത്. ഇതിൽ 4 എന്നുള്ള ഒരു സംഖ്യയ്ക്ക് മാത്രം 4 വരെയാണ് കേട്ടോ. ഇത് പിന്നെ അവിടുത്തെ പഴയകാല ഉപകരണങ്ങൾ, അവിടെയുള്ള ആളുകൾ ഉപയോഗിച്ചുകൊണ്ട് നടന്ന പഴയകാല സംഭവങ്ങളാണ്. ഇതവിടെ ഒരു ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ ഒരു കടയുടെ സൈഡിൽ ഇരുന്നാറുണ്ടാണ് കേട്ടോ. ഞാൻ എടുത്തുന്നേ ഉള്ളൂ. പിന്നെ ഞങ്ങളതൊക്കെ കഴിഞ്ഞ് അവിടെ ഒരു ലൈറ്റുണ്ടേ, അതിൻ്റെ അവിടെ വന്നിരുന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് കൊണ്ട ലാമ്പ്. ഇപ്പം ഞങ്ങളുടെ ഇന്നത്തെ യാത്രയിൽ ഞങ്ങൾക്ക് ചിലവ് വന്നെന്ന് പറയണത് ഞങ്ങൾക്ക് 2500 രൂപയായി. കാരണം ഞങ്ങളുടെ ഫുഡ്, അതുപോലെ ഞങ്ങൾ ഇവിടുന്ന് യാത്ര ചെയ്ത് തിരിച്ച് വീട്ടിലെത്തുന്നത് വരെയുള്ള ഞങ്ങളുടെ ചിലവാണ് പറഞ്ഞത് 2500 രൂപ. നമ്മൾ പലപ്പോഴും തോന്നും ഒരുപാട് പൈസയാകില്ല നമുക്ക് യാത്രകൾക്ക് എന്നൊക്കെ തോന്നും. പക്ഷേ ചിലപ്പോഴൊക്കെ നമുക്ക് ഈ യാത്ര ഏറ്റവും വലിയ ഉപകാരപ്രദവുമായിരിക്കും. താങ്ക് യു.